ദൈവത്തിന്റെ ഹാലലൂയ. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തരുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. നമ്മള് കർത്താവിന്റെ വചനത്തിൽ നിന്ന്, എബ്രായ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് 6-ാം അധ്യായമാണ്. അവിടെ നിന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് ഇന്നത്തെ ദിവസം പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായത്തിന് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെയാണ്. അതൊന്ന് ഞാൻ വായിക്കാം. ഞാൻ വായിക്കുന്നത് മലയാള സമകാലീന ബൈബിളിൽ നിന്നാണ്. ശാലേം രാജാവും പരമോന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ കീഴടക്കി മടങ്ങി വരുന്ന അബ്രഹാമിനെ അദ്ദേഹം സ്വീകരിച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ അബ്രഹാം തനിക്കുള്ള എല്ലാറ്റിന്റെയും ദശാംശം അദ്ദേഹത്തിന് കാഴ്ചയർപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൽക്കീസദേക്ക് എന്ന പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നർത്ഥം, പിന്നീട് ശാലേം രാജാവ്, അതായത് സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അദ്ദേഹം പിതാവും മാതാവും വംശാവലിയും ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്തവനായി ദൈവപുത്രന് സമനായ നിത്യം പുരോഹിതൻ ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ വായിച്ചത് എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. 7-ാം അധ്യായം സംസാരിക്കുന്നത് മൽക്കീസദേക്ക് ക്രിസ്തുവിന് തുല്യൻ, ദൈവപുത്രന് സമൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ പോലെ ഒരാൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 7-ാം അധ്യായം 2 വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. സങ്കീർത്തനം 110:4, എബ്രായർ 7:17. സങ്കീർത്തനം 110:4 ഒന്ന് വായിക്കാമോ? നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് ക്രിസ്തുവിനെ കുറിച്ചാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. അത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഉൽപ്പത്തി 14-ാം അധ്യായം 18 മുതൽ 20 വരെ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 14, 18-20. ഇതിന്റെ ഒരു ആമുഖം അവിടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഇതിനു മുൻപും ഇതിനു ശേഷവും മൽക്കീസദേക്കിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല. പെട്ടെന്ന് ഒരാള് പ്രത്യക്ഷനാകുകയാണ് ബൈബിളിനകത്ത്. ഈ വചനത്തിനകത്ത് നമുക്ക് ഒരിക്കലും ചരിത്ര പുസ്തകമല്ല ദൈവവചനം. ദൈവവചനം ചരിത്ര പുസ്തകമല്ല. ചരിത്രം തെളിയിക്കാൻ ഉപയോഗിക്കേണ്ടുന്ന പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതിനകത്ത് ചരിത്രമുണ്ട്. ഇതൊരു കാവ്യ പുസ്തകമല്ല, പക്ഷെ ബൈബിളിനകത്ത് കാവ്യങ്ങളുണ്ട്. ഇയ്യോബ് മുതൽ താഴോട്ട് നമുക്ക് കാവ്യ പുസ്തകങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാവ്യം ഇതിനകത്തുണ്ട്, പക്ഷെ ഇതൊരു കാവ്യ പുസ്തകമല്ല. എന്ന് പറയുന്നത് പോലെ ഒരു ചരിത്രം ഇതിനകത്തുണ്ട്, പക്ഷെ ഇതൊരു ചരിത്ര പുസ്തകമല്ല. ബൈബിൾ എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനത്തിന് ദൈവത്തിന്റെ സന്ദേശം ലഭിക്കണമെന്നുള്ള അർത്ഥത്തിൽ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ആൾക്കാർക്ക് കൊടുത്തതാണ്. ഓരോ വ്യക്തികളും ഇതിനകത്ത് അബദ്ധത്തിൽ വന്നതല്ല. അതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓരോ എൻകൗണ്ടേഴ്സും, ഓരോ ജീവചരിത്രങ്ങളും, ഓരോ വ്യക്തികളുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അബദ്ധത്തിൽ വന്നതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക ഉദ്ദേശത്തിനകത്ത് ഒരു സന്ദേശം കൈമാറാൻ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അബ്രഹാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ എല്ലാവരുടെയും പേര് ഈ പുസ്തകത്തിലില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ദൈവിക സന്ദേശത്തിനകത്തുള്ളവരെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ്, മൽക്കീസദേക്ക്.
മൽക്കീസേദെക്ക് വരുന്നു, എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അപ്പവും വീഞ്ഞുമായി വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, ടൈത്ത് ദശാംശം സ്വീകരിക്കുന്നു. ഇവിടെ ജനിച്ചു, അപ്പന്റെ അമ്മയുടെ പേര്, മരിച്ചോ, വംശാവലി, ഇതൊന്നും ഇല്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഉറപ്പിച്ചു പറയുന്നു, ക്രിസ്തുവിന് മുന്നോടിയായി ഈ യഹൂദന്മാരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നാളെ ഇവർ ചോദിക്കും, എടാ, ലേവിയ ഗോത്രത്തിൽ പിറക്കാത്തവൻ എങ്ങനെ പുരോഹിതനായിട്ട് വസിക്കുമെന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മൽക്കീസേദെക്കിനെ ദൈവം അയക്കുകയാണ്. ഇവിടെ ക്രിസ്തുവിന് തുല്യനായിട്ട് മൽക്കീസേദെക്കിനെ കാണിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം കിങ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് കിങ് ഓഫ് പീസ് എന്നാണ്. ഈ രണ്ടർത്ഥങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാം വാക്യം മുതൽ 2 വാക്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നർത്ഥം, പിന്നീട് ശാലേം രാജാവ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ രാജാവ് എന്ന് അർത്ഥം. ഈ രണ്ടർത്ഥങ്ങളാണ് ഉള്ളത്. ഒരിക്കലും അവസാനമോ ആരംഭമോ ഇതിനില്ല. നിത്യപുരോഹിതൻ എന്ന് എബ്രായ ലേഖകൻ വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്ന ആ പേരിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദ്യം വരുന്നത് നീതിയുടെ രാജാവ് എന്നാണ്. ഒരു ഓർഡർ ഉണ്ട് ആ പേരിന്റെ അർത്ഥം വിവരിക്കുന്നതിനകത്ത്. രണ്ടാമത്തേതാണ് സമാധാനത്തിന്റെ രാജാവ് എന്ന അർത്ഥം വരുന്നത്. അപ്പൊ ആ ഓർഡർ നമ്മളോട് പറയുന്നത് സമാധാനത്തിന്റെ മുൻപ് നീതീകരണം സംഭവിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നീതീകരണം വരണം എന്നുള്ളതാണ്. സമാധാനത്തിന്റെ മുൻപ് നീതീകരണം ഉണ്ടാവണം. നീതീകരണമില്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, therefore since we are justified by faith, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇപ്പൊ ആദ്യം സംഭവിച്ചത് സമാധാനമാണോ നീതീകരണമാണോ? നീതീകരണമാണ്. അപ്പൊ നമുക്ക് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത് എന്ത്? നീതീകരണം. ആ സംഭവിച്ചിട്ട് ആണ് ദൈവവുമായിട്ട് നമുക്ക് സമാധാനം ലഭ്യമാകുകയുള്ളൂ. അടുത്ത വാക്യം ഞാൻ വായിക്കാൻ പറയുന്നില്ല, നമുക്കറിയാം തോന്നുന്നു. റോമർ 4:14-17 ഇപ്രകാരം പറയുന്നു, ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും സന്തോഷവുമാണ്. ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പൊ അവിടെയും ആ ഓർഡർ സെയിം ആണ്. എന്താണ് ആ ഓർഡർ? നീതി. അപ്പൊ നീതിയാണ് ആദ്യം, അതിന് ശേഷം സമാധാനം വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, യഥാർത്ഥമായ സമാധാനം വരുന്നത് നീതീകരണത്തിന് ശേഷമാണ്. യഥാർത്ഥ സമാധാനം വരുന്നത്. നമ്മളെല്ലാം പലപ്പോഴും ഈ സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരാണ്. ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ ഇന്ന് കാണുന്ന മുഴുവൻ മതങ്ങളും, ഇന്ന് കാണുന്ന മതമല്ലാത്ത വഴികൾ, ഇപ്പോൾ ഈ മതമില്ലാത്ത ആളുകൾക്ക്, ചിലർക്ക് ട്രാവലിങ്, യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമുണ്ട്. മറ്റ് നിരീശ്വരവാദികൾക്ക് ഒരുപക്ഷെ ജ്ഞാനം വർദ്ധിപ്പിക്കുമ്പോൾ സമാധാനമുണ്ട്. മറ്റു ചിലർക്ക് പെയിന്റിങ്, ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമാധാനം കിട്ടാറുണ്ട്. അപ്പൊ ഇത് ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യനും സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ് എല്ലാവരുടെയും ജീവിതം. പക്ഷെ പലപ്പോഴും അത് ചെന്ന് അവസാനിക്കുന്നത് തെറ്റായ സ്ഥലങ്ങളിലാണ്
എന്ന് നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ സ്ഥലങ്ങളിൽ. അപ്പോ 4 രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. മനുഷ്യൻ സമാധാനം അന്വേഷിക്കുന്ന 4 രീതികൾ, 4 സ്ഥലങ്ങൾ. ഒന്ന് എസ്കേപ്പിസമാണ്. ഒളിച്ചു പോകുക എന്ന് വേണമെങ്കിൽ പറയാം. ഒളിച്ചു പോകുക. അവിടെ സമാധാനം കണ്ടെത്താനായിട്ട് നോക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എത്ര ഒളിച്ചു പോയാലും തിരിച്ചു വരേണ്ടതായിട്ട് വരും. ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, ഉദാഹരണത്തിന്, അവളുടെ വീട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്നു. അവൾ ഒരു സിനിമ കാണാൻ പോകുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ ഈ ലോകത്തിന്റെ ഗ്ലാമറിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. ലോകത്തിന്റെ ഗ്ലാമർ. അവൾ അവളുടെ ദാരിദ്ര്യം എല്ലാം മറക്കുന്നു. പക്ഷെ ഈ 2 മണിക്കൂർ കഴിയുമ്പോൾ അവൾ തിരികെ ഈ ഭവനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈ 2 മണിക്കൂർ അവൾ ഒളിച്ചുപോയി, അസമാധാനം ഒളിച്ച് താൽക്കാലികമായ ഒരു സുഖത്തിന് സമാധാനത്തിന് പോയെങ്കിലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോ ഈ സമാധാനം അന്വേഷിച്ച് പലരും ഒളിച്ചോടാറുണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്. മദ്യപിക്കാൻ പോകുക, ക്ലബിൽ പോകുക, മറ്റ് വിധങ്ങളിൽ പല പല നിലയിലുള്ള എന്റർടൈൻമെന്റ് കാണുക. അങ്ങനെല്ലാം സമാധാനം അന്വേഷിച്ച് ആളുകൾ പോകാറുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ എത്ര നമ്മൾ ശ്രമിച്ചാലും അസമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് തിരികെ വരേണ്ടതായിട്ടിരിക്കുന്നു. ഒളിച്ചു പോകുന്നത് തെറ്റാണെന്നല്ല, നമ്മുടെ നല്ല മനസ്സ് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതൊരു പെർമനന്റ് ക്യൂർ തരുന്നതല്ല. നമുക്കൊരു പാലിയേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ പെയിൻ മെഡിസിൻ ആണ്, കംഫർട്ട് കെയർ ആണ്, താൽക്കാലിക ആശ്വാസം എന്നേ ഉള്ളൂ. ഇതൊരു സൊല്യൂഷൻ അല്ല. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒളിച്ച് ഇവേഡ് ചെയ്ത് ഓടിപ്പോകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നു. ഏകദേശം ഒരേ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ തൻ്റെ സമാധാനം അന്വേഷിച്ച് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ വിമുഖത കാണിക്കുമ്പോൾ തൻ്റെ മനസ്സിന്റെ ഏറ്റവും പുറകിലേക്ക് അത് എറിഞ്ഞു കളയാൻ നോക്കും, തൻ്റെ പ്രശ്നങ്ങളെ. എന്നിട്ട് കാണാത്തതുപോലെ നടിക്കും. പക്ഷെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഏതൊരു പ്രശ്നവും ഏതൊരു അസമാധാന സിറ്റുവേഷനും ഓടിപ്പോകുന്നത് കൊണ്ട്, അതിനെ ഏറ്റവും പുറകിൽ വെച്ച് കാണുന്നില്ല എന്ന് നടിക്കുന്നത് കൊണ്ട് ആ പ്രശ്നം മാറിപ്പോകുന്നില്ല, പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാകാം. പക്ഷെ നാം അത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും പുറകിലേക്ക് മാറ്റിയത് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഈ ഒരു രോഗത്തിന്റെ ലക്ഷണം കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അത് മാറ്റി വയ്ക്കാറുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് ബ്ലഡ് പ്രഷർ വളരെ കൂടുതലാണ്. വർഷങ്ങളായിട്ട് ആ ബ്ലഡ് പ്രഷർ കൂടുതലാണ്. പക്ഷേ അദ്ദേഹം മരുന്ന് വിരോധിയാണ്. മരുന്നെടുക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം മരുന്നെടുക്കാതെ ദൈനംദിന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം തനിക്ക് സ്ട്രോക്ക് വരുന്നു.
അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുന്നു, ഒരുപാട് കാശ് ചിലവാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഓടിപ്പോകാനായിട്ട് നോക്കി, പ്രശ്നത്തിൽ നിന്ന് ഓടാൻ ശ്രമിച്ചു, അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പൊ നമ്മള് സ്ട്രോക്ക് വരുന്നത് വരെ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിനൊരു സ്ട്രോക്ക് വന്ന് കയ്യിലെ കാശും പോയി, ജോലിയും പോയി, സമാധാനം പോകുന്നത് വരെ കാത്തിരിക്കരുത്. അങ്ങനെ സമാധാനം കിട്ടത്തില്ല. ആ പ്രശ്നത്തിൽ നിന്ന് ഓടിയത് കൊണ്ട്, ആ പ്രശ്നം രോഗം വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്കത് സംഭവിക്കുകയില്ല, ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പോ ഓടിപ്പോകുന്നത് സമാധാനം നശിപ്പിക്കുന്നതാണ്. പിന്നെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും, അനുരഞ്ജനത്തിലേക്ക് വരും. അനുരഞ്ജനം, ചില പ്രശ്നങ്ങളെ വെച്ച് നമ്മൾ ചില സമാധാനത്തിലോട്ട്, അനുരഞ്ജനത്തിലൂടെയുള്ള സമാധാനത്തിലൂടെ നമ്മൾ വരും. ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അനുരഞ്ജനമാണ്. ചില തത്വങ്ങൾ, നമ്മുടെ തത്വങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെച്ച് രണ്ട് കൂട്ടർക്കും സന്തോഷമാകുന്ന നിലയിൽ ഒരു സമാധാനത്തിലേക്ക് വരുന്ന രീതിയിൽ. പക്ഷെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അത് നമ്മുടെ ടെൻഷൻ കൂട്ടത്തേ ഉള്ളൂ, നമ്മുടെ ആൻസൈറ്റി കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനുരഞ്ജനം കൊണ്ടും നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല. അപ്പൊ യഥാർത്ഥ വഴി എന്താണ് സമാധാനം? ദ ട്രൂ വേ ടു പീസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്റെ വഴിയാണ്. നിങ്ങൾക്ക് ദൈവമക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു മനുഷ്യനും നാഥാ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയാത്തിടത്തോളം യഥാർത്ഥ സമാധാനം ലഭിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ ടെൻഷനിലാണ്, നമ്മൾ തന്നെ പലതും ചെയ്തെടുക്കാനുള്ള വൃഥാ ശ്രമങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ ശരീരാധ്വാനങ്ങൾ കൊണ്ടും മാനസിക ടെൻഷൻ കൊണ്ടും നമ്മൾ തന്നെ പലതും സാധിക്കാൻ, ചേഞ്ച് വരുത്താൻ നോക്കുകയാണ്. എന്തു സംഭവിക്കുന്നു? സമാധാനം കിട്ടുന്നില്ല, ആൻസൈറ്റി ഉണ്ടാകുന്നു, BP കൂടുന്നു, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ, നിന്റെ ഹിതം നടക്കണമേ എന്ന് ആര് പറയുന്നോ അവരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ യഥാർത്ഥ സമാധാനം വസിക്കും. ഇന്ന് ഈ രാത്രിയിൽ മീറ്റിംഗിൽ കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം, നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന വിഷയം എന്താണോ, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാട്ടിലെ പകലിൽ ദൈവത്തിന്റെ യാഗപീഠത്തിങ്കിലേക്ക് ഒന്ന് വെച്ചിട്ട് അപ്പാ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നമ്മളായി ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ ബുദ്ധിക്കകത്ത്, നമ്മുടെ കൊച്ചു ബുദ്ധി, ഈ മണ്ടൻ ബുദ്ധിക്കകത്ത് തോന്നുന്ന പരിപാടികളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വലിയൊരു സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കാനായിട്ട് ഇടയായിത്തീരും. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിന് പോലും ഇത് സംഭവിച്ചില്ലേ? കർത്താവ് ഗെഥസമന പൂന്തോട്ടത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്റെ ഉള്ളം ഭയങ്കര ടെൻഷൻ കൊണ്ട് നിറഞ്ഞു. മുൻപിൽ വരാൻ പോകുന്ന ഓരോ ഇവന്റും കർത്താവിന് അറിയാം. അവന്റെ രോമങ്ങൾ, അവൻ താടിരോമം പിഴുതെടുക്കും, അവന്റെ മുഖത്ത് അടിക്കപ്പെടും. അവർ 39 ലാഷസ് കർത്താവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കും. അവനെ ആ പച്ചമര കുരിശുമേന്തി നടക്കേണ്ടി വരും. ആളുകൾ ക്രൂശിൽ കിടക്കുമ്പോൾ ആണികളിൽ അടിക്കപ്പെടും, കാലുകൾ ആണികളാൽ അടിക്കപ്പെടും.
ക്രൂശിൽ കിടക്കുമ്പോഴും അവനെ വിളിക്കും, അവൻ അപമാനിക്കും, ദുഷിക്കും. ഇതെല്ലാം കർത്താവ് കണ്ട്, കർത്താവ് ഇതെല്ലാം മുന്നമേ കണ്ടിട്ട് വളരെ ടെൻഷനായി, വളരെ ആൻഷ്യസ് ആയിട്ട്, വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആയി. ഇന്നത്തെ പല രോഗങ്ങളുടെയും മൂല കാരണം നമ്മുടെ ടെൻഷനാണ്, നമ്മുടെ ആൻസൈറ്റിയാണ്. നിങ്ങളുടെ ആൻസൈറ്റി കൊണ്ടുവരുന്ന കാരണങ്ങൾ സത്യസന്ധമാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതല്ല. കർത്താവ് ഓവർ തിങ്ക് ചെയ്തതാണോ? അല്ല. ഡോക്ടർമാരും ആൾക്കാരും പറയും ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്. ചിലപ്പോ നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മളോട് പറയും ഡോണ്ട് ഓവർ തിങ്ക് ഇറ്റ്, ലീവ് ഇറ്റ്. പക്ഷേ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതല്ല, നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നതല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് സത്യസന്ധമായ ഔട്ട്കംസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലെ കർത്താവ് മുന്നമേ കണ്ട്, കർത്താവിന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് തന്റെ ആൻസൈറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കഴിയുന്നതിന്റെ അറ്റത്താണ് ഇവിടെ ഒരു വിയർപ്പു തുള്ളി രക്തത്തുള്ളിയാകുന്നത്. അങ്ങനെ രക്തത്തുള്ളികളായി പുറത്തു വരുമ്പോ അവിടെ കർത്താവ് പറഞ്ഞ ഒരു സെന്റൻസ് എൻറ്റയർ പിക്ചറിനെ ചേഞ്ച് ചെയ്തു, മുഴുവൻ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. എന്താണത്? എന്റെ ഹിതമല്ല, എന്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, നിറവേറട്ടെ. പലപ്പോഴും നമ്മൾ ഫൈറ്റിംഗ് ആണ് നമ്മുടെ മനസ്സിനകത്ത് തന്നെ. അയ്യോ, ഇങ്ങനെ പോയി അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വന്നാൽ ഇത് എന്താകും, ഇതിന്റെ അവസാനം എന്താകും. ഇത് തന്നെയാണ് പത്രോസ് യോഹന്നാനെ കുറിച്ച് കർത്താവിനോട് ചോദിക്കുന്നത്. ഇവന്റെ അന്ത്യം എന്തായിരിക്കും, ഇവൻ എങ്ങനെ ആവും എന്നൊക്കെ. കർത്താവ് പറയുന്നത്, നീ നിന്നെ കുറിച്ച് തന്നെ ഭാരപ്പെട്ടാൽ മതി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഓർക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതൊന്നും അല്ല. ശരിക്കും സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലാണ് നമ്മൾ പലപ്പോഴും നടത്തുന്നത്. പക്ഷേ ആ വിലയിരുത്തൽ കൊണ്ട് നമുക്ക് രക്തത്തുള്ളികളാക്കിയിട്ട് വിയർപ്പ് തുള്ളികളെ മാറ്റാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം നിറവേറട്ടെ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് നീക്കണേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, കർത്താവെ ഈ പാനപാത്രം ഒന്ന് മൊത്തത്തിലെടുത്തൊന്ന് മാറ്റണേന്ന്. പക്ഷെ എന്നിട്ട് കർത്താവ് ഉടനെ പ്രാർത്ഥിക്കുക, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനത്തിന്റെ നദി ഒഴുകുന്നത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറയുന്നത്, നൽനീരുറവ പോൽ സമാധാനമോ, ആലമാല പോൽ ദുഃഖമോ, എന്തെന്തു വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ, എല്ലാം എൻ നന്മയ്ക്കായി പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യും എല്ലാം നന്മയ്ക്കായി. അപ്പൊ നമ്മൾ ആ നന്മയ്ക്കായി ആണ് എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു നീരുറവ ഒഴുകുന്നത് പോലെ, നല്ല നീരുറവ, നല്ല നദികൾ ഒഴുകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടാകും. അപ്പൊ ആ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ പെട്ടെന്ന് വേഗത്തിൽ അവസാന സ്ലൈഡ്സിലേക്ക് വരട്ടെ. വേഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലേവ്യ പുരോഹിതരിൽ നിന്ന് വ്യത്യസ്തനാണ് മൽക്കീസേദേക്ക്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ കാണും. യഹൂദ പുരോഹിതന്മാരുടെ തുടക്കക്കാരൻ അഹരോനാണ്. മൽക്കീസദേക്കിനെ അങ്ങനെ നോക്കിപ്പോയാൽ അങ്ങനൊരു വംശാവലി കാണാനായിട്ട് കഴിയില്ല.
ഒരു പുരോഹിതൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന വധു തൻ്റെ തലമുറകളുടെ 4 തലമുറ മുൻപുള്ളത് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ 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 അപ്പൻ, അങ്ങനെ അങ്ങനെ കൊണ്ടുവരണം. പെഡിഗ്രി എന്ന് പറയും. 5 തലമുറ മുൻപ് വരെയുള്ള വംശാവലി കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമുക്കറിയാം യഹൂദ പുരോഹിതന്മാരെന്ന് പറയുന്നത് അവര് വംശാവലിയിൽ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്തൊന്നും പേഴ്സണൽ ക്വാളിറ്റീസ് ഒന്നും വരുന്നില്ല, വ്യക്തിപരമായ കഴിവുകളൊന്നും ഇതിനകത്ത് കണക്കുകൂട്ടിയിരുന്നില്ല. വംശാവലി മാത്രം. ഇന്ന ആളിന്റെ മോനാണോ എന്നാ നീയാണ് ആള്, അത്രേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവാണ് യഥാർത്ഥ പുരോഹിതൻ. എന്താണെന്നറിയാമോ? അദ്ദേഹം ആരിൽ നിന്നും എടുത്തതല്ല, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അപ്പൻ പുരോഹിതനല്ല, യേശു കർത്താവിന്റെ അപ്പന്റെ അപ്പനും പുരോഹിതനല്ല. പിന്നെ ആരാണ്? യേശു ആരാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പുരോഹിതനായിട്ട് മാറിയത്. ഇതാ യഹൂദന്മാർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ പോയത്. അവർ ചോദിക്കുന്ന ചോദ്യം അതാണ്, നീ തച്ചന്റെ മകനല്ലേ? ഇവന്റെ സഹോദരങ്ങളെ നമുക്ക് അറിയത്തില്ലേ? ഇവൻ ഏത് വീട്ടിലെയാന്ന് നമുക്ക് അറിയത്തില്ലേ? അപ്പോ മുഴുവൻ കോൺസെപ്റ്റിനെയും കർത്താവ് എടുത്തു മാറ്റി അവിടെ വെച്ച്. ഒരു പ്രത്യേക വംശത്തിൽ ജനിക്കണം. ലേവ്യ ഗോത്രത്തിനകത്ത് ജനിക്കണം. ഒരു കല്യാണം കഴിക്കുമ്പോൾ പോലും തലമുറകൾ 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 എടുത്തു വെച്ച് നോക്കുമായിരുന്നു. അതെല്ലാം കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് ഭൂമിയിൽ ജനിച്ചത് ഒരു പുരോഹിതന്റെ മകനായിട്ടല്ല, ഒരു പുരോഹിതന്റെ ഗോത്രമാകുന്ന ലേവ്യ ഗോത്രത്തിലല്ല, മറിച്ച് യഹൂദ ഗോത്രത്തിലാണ്. അവിടെയാണ് വംശത്തിൽ ജനിച്ചത് കൊണ്ടല്ല കർത്താവിന്റെ ക്വാളിറ്റി പുരോഹിതൻ എന്നുള്ള നിലയിൽ, മറിച്ച് ആരാണ് കർത്താവ് എന്നുള്ളതിലാണ് ആ ക്വാളിറ്റി കിടക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വംശാവലിയില്ല, അപ്പനില്ല, അമ്മയില്ല. അതിനോട് അല്ലെ യേശു കർത്താവിനെ മൽക്കിസദേക്കിന്റെ കാര്യമാണ് പറയുന്നത്. വംശാവലിയില്ല, അവന്റെ പിതാവിനെ കുറിച്ചോ മാതാവിനെ കുറിച്ചോ എഴുതിയിട്ടില്ല, പക്ഷേ അവൻ യേശുവിന് തുല്യനായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അതോറിറ്റി വരുന്നത് യേശു ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്നോ ഏത് അപ്പന്റെ മകനായിട്ട് ജനിച്ചോ എന്നോ ഉള്ളതിലല്ല. യേശുവിന്റെ അതോറിറ്റി, അധികാരം വരുന്നത് തന്നിൽ നിന്ന് തന്നെയാണ്. അത് പറഞ്ഞാണ് അവിടെ ലേഖകൻ ആ അധ്യായത്തിന്റെ ഈ 3-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത്. അപ്പൊ വേഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇന്ന് രാത്രിയിൽ നമ്മൾ കേട്ട വചനഭാഗത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ സമാധാനം വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ, ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ആര് പ്രാർത്ഥിക്കും? സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും, സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, നമ്മുടെ വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നാം പോകുന്നതെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. അസമാധാനത്തിന്റെ ഏതെങ്കിലും വേരുകൾ നമ്മുടെ ഉള്ളത്തിൽ ഏതെങ്കിലും വിഷയത്തിനകത്തുണ്ടെങ്കിൽ അതിന്റെ മേൽ സമാധാനത്തിന്റെ നദികൾ ഒഴുകും. അങ്ങനെ നദികൾ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്ന ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. എന്തോ സമർപ്പിക്കുന്നേ? നാഥ, ഈ പ്രശ്നസങ്കീർണമായ വിഷയത്തിൽ അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിലേക്ക്, ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ആ നദി രാത്രിയും ഒഴുകട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.